അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ചെറിയൊരു പണി വേറെയും കിട്ടി. എന്താടാ? ഒന്നുമില്ല. വലിയൊരു ചെറിയ ഭാരം നമ്മൾ ഇറക്കി വെച്ചു. ചിരി വരുന്നു. പറയൂ. ഞാൻ പറയണം. പറയൂ ഗൈസ്. നമ്മള് സാധാരണ ട്രാവലിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡിനും അക്കോമഡേഷനും ആണല്ലോ ചിലവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ 860 രൂപ കൊടുത്തൊരു മണ്ണെണ്ണ സ്റ്റവ് മേടിച്ചു, 500 കൊടുത്ത് ഡീസൽ മേടിച്ചു. പക്ഷെ ആ സ്റ്റവ് ഖരാബ് പോകുകയാണ്. ഹിന്ദി തോടാത്ത. പിന്നെ അത് ഞങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു 300 രൂപ കൊടുത്തു. ഇതിനൊക്കെ പോരാതെ മഹാരാഷ്ട്ര പോലീസ് ഡീസൽ കണ്ടിട്ട് 2000 രൂപേൻ്റെ ഫൈൻ അടിച്ചു. അപ്പോൾ അത്ര 2800 അടുത്തായി. 4000 രൂപേൻ്റെ അടുത്തായി ഇതിന് വേണ്ടിയിട്ട് ചിലവായത്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ അത്രയും പൈസ ആവില്ലായിരുന്നു. 4 ദിവസമല്ലേ, 4 ദിവസം എന്തായാലും 1000 രൂപേൻ്റെ ഭക്ഷണം ഒരു ദിവസം കഴിക്കില്ലല്ലോ. അപ്പം അങ്ങനെ നമുക്കൊരു സാമ്പത്തിക നഷ്ടം വന്നു. അതുകൊണ്ട് പഠിച്ചു ഒരു കാര്യം: 1, ഡീസൽ കൊണ്ടുപോകരുത്, 2, മണ്ണെണ്ണ സ്റ്റവ് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റവ് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ സ്റ്റവ് മേടിക്കുമ്പം എന്ത് ചെയ്യണം? ക്വാളിറ്റിയുള്ള സ്റ്റവ് മേടിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം മനസ്സിലായത്, ഡീസലൊന്നും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്നു മനസ്സിലായി. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല. ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു പൊളി മാസ് എന്നൊക്കെയാണ് പുള്ളിൻ്റെ പേരിൻ്റെ അവസാനം പറഞ്ഞല്ലേ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരനെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ധാബയിൽ പോയിട്ട് നമ്മൾ കൊടുത്തു, സ്റ്റവ് കൊടുത്തു. അയാൾക്ക് സന്തോഷമായി. വീട്ടിൽ കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിച്ചു. വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി. അവർക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് ഭാഷ അറിയത്തില്ലാത്ത ബോംബാന്നൊക്കെ ചോദിച്ചു. കട വെച്ചാൽ ചോദിച്ചു, എന്താ ബോംബാണോ, ഞങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ ചോദിച്ചു. അയച്ചൊക്കെ നോക്കി. എന്നിട്ട് അവരത് സ്വീകരിച്ചു. ഡീസലും ആ ചേട്ടന് കൊടുത്തു, കന്നാസൊക്കെ. അങ്ങനെ ഉപേക്ഷിച്ചു യാത്ര തുടരുകയാണ്. എൻ്റെ മനോട്ടാ, ഇതിപ്പോൾ കുറേ ദൂരം ഉണ്ടല്ലേ പോവാൻ? അതെ, കുറച്ച് ദൂരമുണ്ട്. വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താണ്? എന്തെങ്കിലും കോപ്രായങ്ങളായിരിക്കും. അല്ലല്ല, നീ പേനയും പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടോ എഴുതാൻ വേണ്ടിയിട്ട്? പെൻസിൽ എടുത്തോ? പെൻസിൽ എന്തിനാ എഴുതാൻ? എടുത്തിട്ടുണ്ടോ? പെൻസിൽ ഉണ്ടെന്ന് തോന്നാം, ബാഗിലുണ്ടാവും. ഇറേസർ ഉണ്ടോ? അറിയില്ല, ബോക്സിൽ എന്തൊക്കെയൊക്കെയോ എടുത്തിട്ടുണ്ട് ഞാൻ യന്ത്രത്തിൽ. എന്നാലും നീ ആലോചിച്ചു, ഇറേസർ ഉണ്ടോ ഇല്ലയോ? ഉണ്ടാവും. ഉണ്ട്. ഇറേസർ എടുക്കുവാണെങ്കിൽ ഇറേസർ എടുക്കുവാണെങ്കിൽ ബാക്കി ദൂരം അങ്ങനെ നമുക്ക് മായ്ച്ചു കളയാം. അപ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ. അപ്പൊ ഗൈസ്, ഈ അവസ്ഥയാണ്. ഇതാണ് ഇവിടുത്തെ കോമഡി. സാധനമാണ് 3-4 ദിവസമായിട്ട്. പിന്നെ നമുക്ക് ഒരു കുറവില്ലാത്ത ടോൾ ഗേറ്റ് ആണ്. എപ്പോഴും ടോൾ കൊടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീണ്ടും ഒരു വീഡിയോ ഇനിയും കണ്ടുപിടിക്കണം. അപ്പൊ ശരി, ബൈ.